ലൂക്ക 4:18 പറയുന്നുണ്ട്. യേശു പറയുക, കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, ബന്ധിതർക്ക് മോചനം, അന്ധർക്ക് കാഴ്ച, അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം, പുത്രന് സ്വീകാര്യമായ വത്സരം പ്രഖ്യാപിക്കാൻ ഞാൻ വന്നിരിക്കുന്നു. ബന്ധിതർക്ക് മോചനം, സാത്താൻ്റെ ബന്ധനത്തിലായിരിക്കുന്നവരെ പൂർണ്ണമായിട്ട് വിടുവിക്കാനാ യേശുക്രിസ്തു ഈ ഭൂമിയിൽ മനുഷ്യനായിട്ട് പിറന്നത്. ഹല്ലേലൂയ. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ വ്യക്തമായിട്ട് സാത്താനുണ്ട് എന്ന് പഠിപ്പിക്കുന്നു. വിശുദ്ധ ബൈബിളിൽ സുവിശേഷങ്ങളിൽ ഒത്തിരി ഉദാഹരണമുണ്ട്. സഭ പഠിപ്പിക്കുന്ന ഒരു കാര്യം ഞാൻ നിങ്ങളോട് പങ്കുവെക്കുക. CCC 2853 നമുക്ക് ജീവൻ നൽകാനായി യേശു സ്വമനസാൽ തന്നെ മരണത്തിന് വിട്ടുകൊടുത്ത മണിക്കൂറിൽ ഈ ലോകത്തിൻ്റെ അധിപൻ്റെ മേൽ, ആരാണ് ഈ ലോകത്തിൻ്റെ അധിപൻ? യോഹന്നാൻ 14:30. ഈ ലോകത്തിൻ്റെ അധിപൻ വരുന്നു, അവന് എൻ്റെ മേൽ അധികാരമില്ല. യേശു പറയുക, ഈ ലോകത്തിൻ്റെ അധിപൻ പിശാചാണ്. ഈ ലോകത്തിൻ്റെ അധിപൻ വരുന്നു, അവന് എൻ്റെ മേൽ, യേശു പറയുക, എൻ്റെ മേൽ അധികാരമില്ല. ദൈവമക്കളുടെ മേൽ പിശാചിന് അധികാരമില്ല. ഈ ലോകത്തിൻ്റെ അധിപൻ്റെ മേൽ ഒരിക്കൽ എന്നേക്കുമായി യേശു വിജയം വരിച്ചു കഴിഞ്ഞു. ഇപ്പോഴാണ് ഈ ലോകത്തിൻ്റെ വിധി. ഈ ലോകത്തിൻ്റെ അധിപൻ പുറന്തള്ളപ്പെടുന്നു. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിലെ ഭാഗമായി ഞാൻ ഈ വായിച്ചു കേൾപ്പിച്ചത്. ഈ ലോകത്തിൻ്റെ അധിപനായ പിശാചിനെ യേശു പൂർണ്ണമായിട്ട് കീഴ്പ്പെടുത്തി. യേശു വിജയം നേടിക്കഴിഞ്ഞിരിക്കുക. ഹല്ലേലൂയ. ബന്ധിതർക്ക് മോചനം യേശുവിലൂടെ ഉണ്ട്, അന്ധർക്ക് കാഴ്ച യേശുവിലൂടെ ഉണ്ട്, അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം യേശുക്രിസ്തുവിലൂടെ ഉണ്ട്, രോഗികൾക്ക് സൗഖ്യം യേശുവിലൂടെ ഉണ്ട്, തകർന്ന ജീവിതങ്ങളെ പുനരുദ്ധാരണം യേശുവിലൂടെ ഉണ്ട്. യേശുവിലൂടെ എല്ലാ അനുഗ്രഹങ്ങളും നന്മകളും ദൈവം നമുക്ക് വേണ്ടി വാരി വിതറിക്കൊണ്ടിരിക്കുകയാണ്. ലൂക്കാ സുവിശേഷത്തിൽ 4-ാം അധ്യായത്തിൻ്റെ 38 മുതലുള്ള വചനങ്ങൾ. അവൻ സിനഗോഗിൽ നിന്ന് എഴുന്നേറ്റ് ശിമയോൻ്റെ വീട്ടിലേക്ക് പോയി. സിനഗോഗിൽ യേശു പഠിപ്പിക്കുക. എന്നതിന് തൊട്ട് പുറകിലുള്ള വചനങ്ങളിൽ പറയുന്നുണ്ട്, സിനഗോഗിൽ വെച്ച് യേശു ഒരു വ്യക്തിയിൽ നിന്ന് പിശാചിനെ പുറത്താക്കുന്നതായിട്ട് വായിക്കുന്നു. ഒരു യുവാവിൽ നിന്ന് പിശാച് അവനെ സിനഗോഗിൽ ഉന്തിയിട്ടിട്ട് പിശാച് വിട്ടുപോയിട്ട് വചനത്തിൽ പറയുന്നു. സിനഗോഗിൽ വെച്ച് യേശു പിശാചിനെ പുറത്താക്കുക. അവൻ സിനഗോഗിൽ നിന്ന് എഴുന്നേറ്റ് ശിമയോന്റെ വീട്ടിലേക്ക് പോയി. ശിമയോൻ ആരാണ്? അപ്പസ്തോലന്മാരിൽ പ്രമുഖനാണ് ശിമയോൻ. സ്വർഗരാജ്യത്തിൻ്റെ താക്കോലുകൾ, അധികാരത്തിന് താക്കോല് പത്രോസിനെ ഏൽപ്പിച്ച്, പത്രോസേ നീ പാറയാകുന്നു, ഈ പാറമേൽ എൻ്റെ സഭ ഞാൻ പണിയും. നാരകീയ ശക്തികൾ പ്രബലപ്പെടുകയില്ല, സഭയ്ക്കെതിരെ പ്രബലപ്പെടുകയില്ല. നീ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, നീ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിൽ അഴിക്കപ്പെട്ടിരിക്കും. മത്തായി 16-ാം അധ്യായം 16, 17, 18, 19 വചനങ്ങൾ. പത്രോസിൻ്റെ മേൽ അധികാരം കർത്താവ് ഏൽപ്പിച്ചു കൊടുത്തു. പത്രോസിൻ്റെ വീട്ടിലേക്ക്, ശിമയോൻ്റെ വീട്ടിലേക്ക് യേശു പോയി. ശിമയോൻ്റെ അമ്മായിയമ്മ കലശരായ പനി ബാധിച്ച് കിടപ്പായിരുന്നു. ആളുകൾ അവൾക്ക് വേണ്ടി അവനോട് സഹായം അപേക്ഷിച്ചു. അവൻ അവളുടെ അടുത്തെത്തി പനിയെ ശാസിച്ചു. അവളുടെ അടുത്തെത്തി പനിയെ ശാസിച്ചു. അത് അവളെ വിട്ടുമാറി. പനി എന്ന രോഗത്തെ, ആ രോഗം വിതയ്ക്കുന്ന ആത്മാവിനെ യേശു ശാസിച്ചു. നമ്മൾ മനസ്സിലാക്കണം, ചില രോഗത്തിൻ്റെ പിന്നിൽ പൈശാചിക അരൂപികളുടെ ശക്തമായ പ്രവർത്തനമുണ്ട്. ഞാൻ ഓർക്കാണ്, ഒരിക്കൽ ധ്യാനത്തിന് വന്ന ഒരു സഹോദരി, ഒരു വീട്ടമ്മ, കടുത്ത ആസ്മയ. അവർ എൻ്റെ അടുക്കൽ പ്രാർത്ഥിക്കാൻ വന്നിട്ട് പറഞ്ഞു,
28 വർഷമായിട്ട് ഞാൻ ആസ്മരോഗം അനുഭവിക്കുക. ചികിത്സകൾ ചെയ്ത് മടുത്തു. ഒരു കുടുംബിനിയാണ്. ആസ്മാരോഗം കൊണ്ട് ഒരു തരത്തിലും മുൻപോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അവളെ ബന്ധിച്ചിരുന്ന ആസ്മാരോഗത്തിൻ്റെ ദുരാത്മാവിനെ ബഹിഷ്കരിച്ച് കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ചു. ധ്യാനത്തിൻ്റെ ആദ്യ ദിവസം തന്നെ ആ സഹോദരിക്ക് ഇരിക്കാൻ വയ്യ, ശ്വാസം മുട്ടൽ കാരണം. എൻ്റെ അടുക്കൽ പറഞ്ഞു, അവൾക്ക് വേണ്ടി വിടുതൽ പ്രാർത്ഥിച്ചു. കർത്താവിൻ്റെ ആത്മാവ് പ്രവർത്തിക്കുക. ദൈവശക്തിയുടെ പ്രവാഹത്തിൽ 28 വർഷമായിട്ട് അവളെ ബന്ധിച്ചിരുന്ന ആസ്മാരോഗത്തിൻ്റെ അശുദ്ധാത്മാവ് അവളെ വിട്ടുപോയി. ധ്യാനത്തിൻ്റെ 4-ാമത്തെ ദിവസം ആ സഹോദരി കയറി സാക്ഷ്യം പറഞ്ഞു. ആ പ്രാർത്ഥനയ്ക്ക് ശേഷം അവൾക്ക് ആസ്മാരോഗം ഉണ്ടായിട്ടില്ല. ആസ്മയില്ല, ഒരു കുഴപ്പമില്ല, എല്ലാ ആഹാരം കഴിക്കാം, പിന്നെ മരുന്നും കഴിച്ചിട്ടില്ല. ആസ്മാരോഗം പൂർണ്ണമായിട്ട് സൗഖ്യം പ്രാപിക്കുക. ചില രോഗത്തിൻ്റെ പിന്നിൽ പൈശാചിക അരൂപികൾ ഉണ്ട്. അനേക വർഷത്തെ അനുഭവത്തിലാണ് ഞാൻ പങ്കുവയ്ക്കുന്നത്. ധ്യാനങ്ങളും കൺവെൻഷനുകളും വ്യക്തിപരമായിട്ടുള്ള പ്രാർത്ഥനയോടുമൊക്കെ അനേക അനുഭവങ്ങൾ ഈ ഡെലിവറൻസിൻ്റെ മേഖലയിൽ ദൈവത്തിൻ്റെ ആത്മാവ് എനിക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. ദൈവത്തിൻ്റെ ആത്മാവിനെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ വായിക്കുന്ന പനിയെ അവൻ ശാസിച്ചു, അത് അവളെ വിട്ടുമാറി. അപ്പോൾ തന്നെ പനി ശരീരത്തെ വിട്ടുമാറുകയാണ്, പൂർണ്ണമായിട്ട് സൗഖ്യം പ്രാപിക്കുക. ഹല്ലേലൂയ. ചില രോഗത്തിൻ്റെ പിന്നിൽ, രോഗത്തിൻ്റെ അടിമത്തത്തിൻ്റെ പിന്നിൽ, ചില പാരമ്പര്യ രോഗത്തിൻ്റെ പിന്നിൽ പൈശാചിക ശക്തിയുടെ സ്വാധീനമുണ്ട്. ആ തിന്മയുടെ അരൂപി ബഹിഷ്കരിക്കപ്പെട്ടെങ്കിൽ മാത്രമേ ആ വ്യക്തിക്ക് സൗഖ്യം ലഭിക്കത്തുള്ളൂ. അവൾ പിശാചില്ല, സാത്താനില്ല, അശുദ്ധാരൂപിയില്ല എന്ന് പറഞ്ഞ് നമ്മൾ നടന്നിട്ട് കാര്യമൊന്നുമില്ല. ഈ തിന്മയുടെ അരൂപികളുണ്ട്. ബുദ്ധിയിലും കഴിവിലും PhDയിലൊക്കെ പിശാചില്ലെന്ന് പറഞ്ഞാലും അവനുണ്ട്. ഉള്ള ഒരു യാഥാർത്ഥ്യത്തെ ഇല്ലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം ആധികാരികമായിട്ട് പഠിപ്പിക്കുന്നു പിശാചുണ്ട്. വിശുദ്ധ ബൈബിളിൽ സുവിശേഷങ്ങളിൽ യേശു പിശാചിനെ പുറത്താക്കുന്ന ഒത്തിരി അനുഭവങ്ങൾ, പത്രോസും പൗലോസും ഒക്കെ പിശാചിനെ പുറത്താക്കുന്ന അനുഭവങ്ങൾ, വിശുദ്ധാത്മാക്കൾ പിശാചിനെ പുറത്താക്കുന്ന അനുഭവങ്ങൾ, മഹാവിശുദ്ധനായ പാദ്രി പിയോ പിശാചിനെ പുറത്താക്കിയ അനുഭവങ്ങൾ അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ പറയുന്നു. പിശാചുകൾ അദ്ദേഹത്തെ പീഡിപ്പിച്ച അനുഭവങ്ങൾ പറയുന്നുണ്ട്. അത് സത്യത്തെ നമ്മൾ തമസ്കരിക്കാൻ ശ്രമിക്കേണ്ട, അത് വിജയിക്കത്തില്ല. വൈകുന്നേരമായപ്പോൾ വിവിധ രോഗങ്ങളാൽ കഷ്ടപ്പെട്ടിരുന്നവരെ എല്ലാം അവർ അവൻ്റെ അടുത്ത് കൊണ്ടുവന്നു. ഓരോരുത്തരുടെ മേൽ കൈവച്ച് അവൻ അവരെ സുഖപ്പെടുത്തി. ഇവിടെ പറയുന്നു, വൈകുന്നേരമായപ്പോൾ അനേകം രോഗികൾ, പിശാച് ബാധിതരെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. ഇതേ വചനഭാഗത്ത് മത്തായി 8:16 പറയുന്നു, സായാഹ്നമായപ്പോൾ അനേകം രോഗികളെയും പിശാച് ബാധിതരെയും യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. യേശു വചനമയച്ചുകൊണ്ട് പിശാചുക്കളെ പുറത്താക്കി, രോഗികളെ സൗഖ്യമാക്കി. ഇവിടെ പറയുന്നു, യേശു തൻ്റെ കൈവച്ചു. അവിടെ കൊണ്ടുവന്ന രോഗികളുടെ മേൽ യേശു കൈവച്ചു. അവൻ തൻ്റെ കൈവച്ച് പ്രാർത്ഥിക്കുക. വിശ്വസിക്കുന്നവരോടുകൂടി ഈ അടയാളമുണ്ട്, അവർ എൻ്റെ നാമത്തിൽ രോഗിയുടെ മേൽ കൈവയ്ക്കും, അവർ സൗഖ്യം പ്രാപിക്കും. ആത്മാവിൻ്റെ അഭിഷേക ശക്തിയുള്ള വ്യക്തി രോഗിയുടെ മേൽ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ രോഗികളെ സൗഖ്യം പ്രാപിക്കും. ആ രോഗശാന്തിയുടെ ഗിഫ്റ്റ് ഉണ്ടോ? ഉറപ്പാണ് രോഗശാന്തികൾ നടക്കും. യേശു കൈവച്ച് രോഗികളെ സൗഖ്യമാക്കി. പിശാച് ബാധിതർ ഇപ്രകാരം വിളിച്ചു പറഞ്ഞു, നീ ദൈവപുത്രനാണ്. അവൻ ഉറക്ക വിളിച്ചു പറഞ്ഞുകൊണ്ട് അനേകരിൽ നിന്ന്, അവിടെ വചനം പറയുന്നു, അനേകരിൽ നിന്ന് പിശാചുക്കൾ അലറിക്കൊണ്ട് വിട്ടുപോയി. ഈ വചനം സത്യമാണ്. വിശുദ്ധ ബൈബിളിൽ എല്ലാ വചനങ്ങളും സത്യമാണ്. യേശു കൈകൾ വെച്ച് പ്രാർത്ഥിച്ചു, രോഗികൾ സൗഖ്യമായി. പിശാച് ബാധിച്ചു നിന്ന് പിശാചുക്കൾ അലറിക്കൊണ്ട് വിട്ടുപോയി. അലറിക്കൊണ്ട് പിശാചുകൾ വിട്ടുപോയി. അവർ നിലം പതിച്ചു. അവിടേക്ക് ഉരുണ്ടു ബഹളം വെച്ചു. പിശാചുകൾ വിട്ടുപോയി. വിശുദ്ധ ബൈബിളിൽ
ഈ എഴുതി വച്ചിരിക്കുന്നത് 100% സത്യമാണ്. ഇതെവിടെ വെച്ചാണ് ഈ സംഭവം നടന്നത് പത്രോസിൻ്റെ വീട്ടിൽ വെച്ചാണ്. മനോഹരമായിരിക്കുന്നത്. പത്രോസിൻ്റെ വീട് ശരിക്കും ഒരു ഹീലിംഗ് ശുശ്രൂഷയുടെ, ഡെലിവറൻസിൻ്റെ ശുശ്രൂഷയുടെ ആലയമായിട്ട് മാറുകയാണ്. യേശുവിലൂടെ ആ കുടുംബം വലിയ അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബമായിട്ട് മാറുകയാണ്. ഒരു ആ ഭവനത്തിൽ കർത്താവ് തന്നെ ശുശ്രൂഷ ചെയ്യുക. പ്രൈസ് ദ ലോർഡ്. പത്രോസ് എന്ന വ്യക്തിയുടെ അമ്മായിയമ്മയുടെ വീട്ടിൽ വെച്ചാൽ ഈ സംഭവം നടക്കുന്നത്. അവിടെ യേശു കൈവച്ചു, രോഗി സൗഖ്യമായി. യേശു കൈവച്ചു, പിശാചുക്കൾ അലറിക്കൊണ്ട് വിട്ടുപോയി. അവർ നിലംപതിച്ചു. അവർ അലറിക്കൊണ്ട് എന്താ വിളിച്ചു പറഞ്ഞെന്നറിയാമോ? നീ ദൈവപുത്രനാണ്. ദൈവപുത്രനായ ക്രിസ്തുവിന് മുമ്പിൽ ഈ തിന്മയുടെ ശക്തികൾക്ക് നിൽക്കാനാവില്ല. അവയെല്ലാം വിട്ടുപോയി. അലറിക്കൊണ്ട് വിട്ടുപോവുകയാണ്. ഇവിടെ പറയുന്നു, അനേകരിൽ നിന്ന് പിശാച് വിട്ടുപോയി. ആ പിശാചിൻ്റെ ബന്ധനത്തിലായിരുന്ന അനേകർക്ക് അത്ഭുതകരമായ ഡെലിവറൻസ് ലഭിച്ചു. അനേകർക്ക് പൈശാചിക ശക്തികളിൽ നിന്ന് കർത്താവ് വിടുതൽ കൊടുത്തു. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം ആധികാരികമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. പിശാചുണ്ട്, പിശാചിൻ്റെ പ്രവർത്തനമുണ്ട്. ഇതിനെ നമ്മൾ അതിജീവിക്കണം. അതിന് നമുക്ക് ശക്തമായ പ്രാർത്ഥന വേണം, കുദാശ ജീവിതം വേണം, ഉപവസിക്കണം, ദൈവവചനം നമ്മൾ പഠിക്കണം. അങ്ങനെ യേശുവിനോട് ചേർന്ന് കിടക്കുക. അവിടുത്തെ ആത്മാവിൻ്റെ ശക്തി കൊണ്ട് നിറയണം നമ്മൾ. ഹല്ലേലൂയ. ഞാൻ ഓർക്കുകയാണ്, പല വ്യക്തികളിലും വ്യത്യസ്തമായ തിന്മയുടെ അരൂപികൾ പ്രവർത്തിക്കുന്നുണ്ട്. അവിശ്വാസത്തിൻ്റെ ആത്മാവ്, സഭാവിരുദ്ധയുടെ ആത്മാവ്. ഈ കാലഘട്ടത്തിൽ ശക്തമായിട്ട് പ്രവർത്തിക്കുന്നൊരു അരൂപിയാണ് സഭാവിരുദ്ധതയുടെ ആത്മാവ്. സഭയ്ക്കെതിരെ, പിതാക്കന്മാർ, വൈദികർക്കെതിരെ ശക്തമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സ്പിരിറ്റാണത്. ഈ കാലഘട്ടത്തിൽ ഇത് ശക്തമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ അശുദ്ധിയുടെയും ജഡികാസക്തിയുടെയും ദുരാത്മാക്കൾ കണ്ടമാനം വ്യക്തികളിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ വിശ്വാസമല്ല. യുവതലമുറയിൽ ശക്തമായിട്ട് ഈ അരൂപികൾ പ്രവർത്തിക്കുന്നുണ്ട്. അത് വ്യത്യസ്തമായ അരൂപികൾ വ്യക്തികളെ കീഴ്പ്പെടുത്തുക. അതുപോലെ ഈ അടുത്ത നാളിൽ ഒരു വ്യക്തി പറയുകയാണ്, സ്വയംഭോഗം ഒരു തെറ്റല്ല, സ്വർഗഭോഗം ഒരു തെറ്റല്ല, അതൊക്കെ ശരീരത്തിൻ്റെ വികാരങ്ങളെ തൃപ്തിപ്പെടുത്താനുള്ള കാര്യങ്ങളാണ്, അതൊരു തെറ്റല്ല, അതിനകത്ത് തെറ്റൊന്നുമില്ല. ഉന്നതമായ PhD ഒക്കെ എടുത്ത വ്യക്തികൾ പറഞ്ഞു കൊടുത്തിരിക്കുകയാണ്, ഇതൊന്നും തെറ്റല്ല, അത് ഏറ്റുപറയേണ്ട പാപമൊന്നുമല്ല, അതിനകത്തൊന്നും കഥയില്ലെന്ന്. എത്ര ഒരു സങ്കടകരമായ കാര്യമാണിത്. ഞാൻ ആ ചെറുപ്പക്കാരനോട് പറഞ്ഞു, ഇത് തെറ്റാണ്. സോദോം ഗൊമോറയിലെ ജനങ്ങൾ സ്വർഗഭോഗത്തിൻ്റെ വ്യഭിചാരത്തിൻ്റെ അടിമകളാണ്. കർത്താവ് അഗ്നി ഇറക്കി അവരെ നശിപ്പിച്ചു എന്നാണ് വചനം പറയുന്നത്. അവൾ സ്വർഗഭോഗത്തിൻ്റെയും സ്വയംഭോഗത്തിൻ്റെയും പിശാച് ബാധിച്ച വ്യക്തികൾ. ആ പിശാച് ബാധിച്ച വ്യക്തികളാണ് സ്വർഗഭോഗത്തിൻ്റെ സ്വയംഭോഗത്തിൻ്റെ അടിമകൾ. കണ്ണുകളെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല, കണ്ണുകളുടെ ആസക്തിയുടെ അടിമത്വത്തിലായിരിക്കുന്ന വ്യക്തികൾ. ബ്ലൂ ഫിലിം കാണാതിരിക്കാൻ പറ്റുന്നില്ല, അതൊരു പിശാച. ഇങ്ങനെ വ്യത്യസ്തമായ അരുവികൾ മനുഷ്യൻ്റെ ശരീരത്തിലും പഞ്ചേന്ദ്രിയങ്ങളിലും ആത്മാവിലും ലൈംഗികതയിലുമൊക്കെ ഇങ്ങനെ അങ്ങോട്ട് കുടിയേറിയിരിക്കുക, പിടിമുറുക്കിയിരിക്കുക. ഈ പൈശാചിക അരൂപികൾ വിട്ടുമാറാതെ ഈ പാപാവസ്ഥയിൽ നിന്ന് ഇവർക്ക് വിടുതലില്ല. ഈ ആത്മീയ യാഥാർത്ഥ്യം വിശ്വാസികൾ തിരിച്ചറിയണം. യേശു ഈ ഭൂമിയിലേക്ക് വന്നത് പിശാചിനെ പൂർണ്ണമായിട്ട് തകർക്കാൻ വേണ്ടിയാ, രോഗികളെ സൗഖ്യമാക്കാൻ വേണ്ടിയാ, സമ്പൂർണ്ണമായ രക്ഷ നൽകാൻ വേണ്ടിയാ, പാപത്തിൻ്റെ അടിമത്തത്തിൽ രക്ഷിക്കാൻ വേണ്ടിയാ വന്നത്. ശരിക്കും ഈ തെറ്റായ പഠനങ്ങൾ അല്ലെ തെറ്റായ ബോധ്യങ്ങൾ തരുന്ന അധികാരസ്ഥാനത്തല്ല ഉന്നതങ്ങളിലുള്ളവരെ സൂക്ഷിക്കുക. ശരിക്കും നമ്മൾ ഉപവസിച്ച് ശക്തമായിട്ട് പ്രാർത്ഥിക്കുക. തിന്മയുടെ അരൂപികൾ നമ്മളെ വിട്ടുമാറും. പാപത്തിൻ്റെ അടിമത്വത്തിൽ നിന്ന്, ആസക്തിയുടെ അടിമത്വത്തിൽ നിന്ന്, ആ പൈശാചിക ബന്ധത്തിൽ നിന്ന് നിങ്ങൾക്ക് വിടുതലുണ്ട്. അഭിഷേകമുള്ളവർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ തന്നെ വിടുതല. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം.
കർത്താവായ യേശുവേ, അങ്ങയുടെ അധികാരനാമത്തിൽ, യേശുവിൻ്റെ അധികാരനാമത്തിൽ സഭയോട് ചേർന്ന് വിശുദ്ധരായ വൈദികരോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന വ്യക്തികൾ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ അധികാരത്തിൽ കൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കണ്ണിൻ്റെ ആസക്തി, വ്യഭിചാരാസക്തി, സ്വയംഭോഗത്തിൻ്റെ, സ്വർഗഭോഗത്തിൻ്റെ ആസക്തി, പൈശാചിക അരൂപികളെ കുരിശിൻ്റെ ചുവട്ടിൽ ബന്ധിക്കുന്നു. അശുദ്ധിയുടെ, തിന്മയുടെ ദുരാത്മാക്കൾ യേശുനാമത്തിൽ ബന്ധിക്കപ്പെടട്ടെ. പൈശാചിക സ്വാധീനത്താലുള്ള പാരമ്പര്യ രോഗങ്ങൾ യേശുനാമത്തിൽ വിട്ടുമാറട്ടെ. ദൈവജനം സ്വതന്ത്രമാവട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഇൻ ദ നെയിം ഓഫ് ജീസസ്, മൈറ്റി ബ്ലഡ് ഓഫ് ജീസസ്, ഡെലിവർ ദിസ് പീപ്പിൾ. യേശു അങ്ങയുടെ രക്തത്താൽ ഈ ജനത്തെ കഴുകണമേ. ജനത്തിന് വിടുതൽ സംഭവിക്കട്ടെ. ദൈവജനം സ്വതന്ത്രമാവട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ. ഒരു നാളും നീ അനാഥനല്ല, ഒരു നാളും നീ അന്യനല്ല, ഒരു നാളും നീ അനാഥനല്ല.